ഇന്ന് ഞാനൊരു പുതിയ യോഗാസനം പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും നിങ്ങളാരും ഇന്ന് അനുഷ്ഠിക്കാത്തതുമായ ഒരു ആസനമാണ് ഇത്. ഇതിന്റെ പേര് മലാസനം എന്നാണ്. മലാസനം വളരെ സിമ്പിളാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുക, കുന്നക്കാലയിൽ ഇരിക്കുക എന്ന് പറയും. കാൽപ്പത്തിയിൽ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെയാണ് ശബരിമലയിൽ അയ്യപ്പൻ ഇരിക്കുന്നതായിട്ട് ഇതുപോലെയാണ്. ഇവിടെ ഒരു പട്ടയൊക്കെ ഇട്ട് കെട്ടി, അത് ഭദ്രാസനമാണ്. അപ്പൊ ഈ യോഗാസനം കൊണ്ട് വളരെയധികം പ്രയോജനം ശരീരത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ വർദ്ധിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള യോഗാസനമാണ്. ഞാനിത് നമ്മളുടെ ഷുഗർ ബേസ് ഓൺലൈൻ ക്ലാസ്സിൽ ധാരാളം പേരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടിയിട്ടുള്ള ഒരു ആസനമാണ്. അപ്പൊ എന്താണ് ഇതിന് ഇരുന്നാലത്ത് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളുടെ ശരീരം, നമ്മളിപ്പോൾ 60 കിലോ ശരീരഭാരം മുഴുവൻ നമ്മളുടെ ഈ കാലിലൂടെ ഇങ്ങനെ കീഴ്പോട്ട് പോകും. അപ്പൊ നമ്മളുടെ അത് ഈ മുട്ടിന്റെ വേദന, ധാരാളം പേർക്ക് മുട്ടുവേദന ഉണ്ട്. ആ മുട്ടുവേദന കുറയാൻ ഏറ്റവും നല്ലതാണ്. കാരണം പലപ്പോഴും നമ്മളുടെ മുട്ടിനെ പറഞ്ഞേക്കാലോ, മുട്ടിനകത്ത് തേയ്മാനം എന്ന് പറഞ്ഞേക്കാലോ. മുട്ടിന് തേയ്മാനം എന്ന് പറഞ്ഞത് അസ്ഥി തേയ്മാനം അല്ല, അത് അസ്ഥിയുടെ ഇവിടെ ഒരു തരുണമായ ഭാഗമുണ്ട്, ആ ഭാഗത്തിന് തേയ്മാനം ഉണ്ടാവുന്നത്. പിന്നെ ഫ്ലൂയിഡ് കുറഞ്ഞു പോകും. അപ്പൊ നടക്കുമ്പോൾ വേദന ഉണ്ടാവും. അതിന്റെ കാരണം കാലിങ്ങനെ ഈ മുട്ടി ശരിക്കും ചലിക്കാത്തതുകൊണ്ട്. ഇത് കണ്ടില്ലേ, മുട്ടി ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലേക്കും ഇവിടെ വികസിക്കും, ഇങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ വരും. ഇത് വരുമ്പോൾ ആ ബ്ലഡ് വീണ്ടും പോകും. അങ്ങനെ ഇത് ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ പ്രക്രിയ നടക്കും. ഒപ്പം അതിൻ്റെ ഈ ബ്ലഡ് വരും. ബ്ലഡിനോടൊപ്പമാണ് പോഷകാംശങ്ങൾ, ഇതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം എത്തണത്. അതുപോലെ ഓക്സിജന്റെ പ്രവാഹവും ഈ ബ്ലഡിലൂടെയാണ് വരണത്. ടോക്സിൻ റിമൂവ്മെന്റും അങ്ങനെയാണ് നടക്കുന്നത്. എങ്കിൽ മാത്രമേ അവിടെ ആ റീജനറേഷൻ നടക്കും. മറ്റേ നടക്കുക വെച്ചാൽ കുറച്ച് തേയ്മാനം വന്നുകൊണ്ടിരിക്കും ഡിസ്കിന്. അതിന് വീണ്ടും പുതിയ സെല്ലുകൾ ഉണ്ടായി വന്നെങ്കിൽ അങ്ങോട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ ആവശ്യമാണ്. അവിടെ ആവശ്യമായ ചലനം ആവശ്യമാണ്. ഈ ചലനം ഒന്നും നടക്കണില്ല. നമ്മളിങ്ങനെ ഒന്നും ഇരിക്കണ പോലുമില്ല. നമ്മൾ പോയിട്ട് യൂറോപ്യൻ ഹോസ്പിറ്റലിൽ ഇരിക്കും. മുട്ടുവേദന, അപ്പോൾ അതുകൊണ്ട് മുട്ടുവേദന കുറയ്ക്കാൻ വളരെ പര്യാപ്തമാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു കുഷൻ ആക്ഷൻ പോലെ ഇരിക്കണം. ഇവിടെ ശരിക്കും ചലിക്കും. ഒപ്പം നമ്മളുടെ ഈ കാലിന്റെ വണ്ണാന്ന് പറയും, ഹാമസില്, ആ ഭാഗത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക് ഷുഗർ റിലേറ്റഡ് ഡിസീസിന്റെ ഭാഗമായിട്ടുള്ള പെരിഫറൽ ന്യൂറോപ്പതി, അത് വളരെയധികം കുറയ്ക്കാനും നല്ലതാണ്. പിന്നെ ധാരാളം പേർക്ക് ഇവിടെ ഈ പുകച്ചില്, അതുപോലെ പെരിപ്പ്, മരപ്പ്, ഇങ്ങനത്തെ വിഷയമുണ്ട്. ഉരുണ്ട് കയറുക കാലിന്റെ. ഈ ഉരുണ്ട് കയറല ഒഴിവാക്കിയെടുക്കുക. ഉരുണ്ട് കയറി ഭയങ്കര വേദനയാണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ നമുക്ക് വളരെ നല്ലതാണ്. പിന്നെ ധാരാളം പേർക്ക് ഇപ്പൊ വെരിക്കോസ് വെയിനുണ്ട്, അതും കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ പാദവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, പാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക്. അത്തരം പ്രശ്നങ്ങളും കുറച്ചു വിടാനത് വളരെ ഫലപ്രദമായിട്ടൊരു യോഗയാണിത്. മറ്റൊന്ന് നമ്മളുടെ ജനനേന്ദ്രിയമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന യൂട്രസിൽ ഉണ്ടാവുന്ന സിസ്റ്റ്, അതുപോലെ അതിനകത്തുണ്ടാവുന്ന മുഴകൾ, ബ്രീഡ് ഉണ്ടാവാറുണ്ട്. പിന്നെ മെൻസസ് പെയിൻ ഉണ്ടാവാറുണ്ട് പലർക്കും. പല പെൺകുട്ടികളും ഇപ്പോൾ എല്ലാ മാസവും പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ഈ ദിവസങ്ങൾ കഴിച്ച് തള്ളി നീക്കണത്. അതുപോലെ ഈ മെൻസസ് റെഗുലറായിട്ട് നടക്കാത്ത അവസ്ഥ, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ, ബ്ലീഡിങ് കുറവ്, ബ്ലീഡിങ് കൂടുതൽ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മെൻസുമായിട്ട്. ആ പ്രശ്നങ്ങളെല്ലാം കുറച്ചു കൊണ്ടുവരാൻ പറ്റും നമുക്ക്. അതുപോലെ പുരുഷന്മാർക്കും ഉണ്ട്. ഇപ്പൊ ധാരാളം പേർക്ക് ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് വീക്കം, ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രോസ്റ്റേറ്റ് വീക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഹെർണിയ വരിക. ഹെർണിയ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ കുറച്ചു വിടാൻ സാധിക്കും. മറ്റൊന്ന് കിഡ്നി സ്റ്റോൺ, ബ്ലാഡറിലെ സ്റ്റോൺ. ഈ ബ്ലാഡറിലെ സ്റ്റോൺ ഇങ്ങനെ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ തന്നെ കുറഞ്ഞു പോണ ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ നിന്ന് മൂത്രമൊഴിക്കുമ്പോൾ പൂർണ്ണമായിട്ട് കുറച്ച് മൂത്രമകത്ത് കിടക്കും. അതിനകത്ത് കുറച്ച് ഊറിലൊക്കെ ഉണ്ടാവും. അതിങ്ങനെ കൂടി വന്നിട്ട് സ്റ്റോൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ട് മാത്രമാണ് സ്റ്റോൺ ഉണ്ടാവണമെന്നല്ല പറഞ്ഞത്. അതുപോലെ മറ്റൊന്ന് പൈൽസാണ്. പൈൽസിന്റെ പ്രശ്നം ധാരാളം പേർക്കുണ്ട്. പണ്ട് ഇത്തരം പൈൽസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ നമ്മളുടെ മോഷൻ ഇങ്ങനെ കീഴ്പോട്ട് നേരെ പൊക്കോളും. വേറെ അധ്വാനത്തിന്റെ ആവശ്യം, ഗ്രാവിറ്റേഷൻ കീഴ്പോട്ട് പൊക്കോളും അത്. കാരണം നമ്മളുടെ ഈ പൃഷ്ഠത്തിന്റെ ഭാഗം ശരിക്കും വികസിക്കും. ഇങ്ങനെ വികസിച്ചിട്ട് ഈ കുടല് കീഴ്പോട്ട് ഇറങ്ങിയിട്ട് കുടലിൽ കൂടി കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കും, വൻകുടലിൽ പെട്ടിട്ട്. മറ്റേ അല്ല, അതിങ്ങനെ സംഭവിച്ചിരിക്കുക. പിന്നെ നമ്മൾ മസിൽ പിടിച്ചു വേണം ഈ വിടാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശരിക്കും മർദ്ദം ഉപയോഗിച്ചിട്ടാണ് ഈ മോഷൻ രാവിലെയോ വൈകിട്ടോ ഒക്കെ പോയിട്ട് മലവിസർജനം നടത്തുന്നത്. അതിനുവേണ്ടി ഒരുപാട് അധ്വാനം. ഓരോരുത്തർ കക്കൂസിന് ഇറങ്ങി വരാണ്ട് എന്തോ ഒരു മൽപ്പിടുത്തമായിട്ട് ഇറങ്ങി വരുന്ന പോലെ ഇരിക്കും. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എങ്ങനെ ഇരുന്നാൽ സംഗതി നേരെ പൊക്കോളും.
അപ്പൊ അതിന്റെ ഒരു വിഷയം ഇന്ന് ഒരുപാട് പേർക്കുണ്ട്. കാരണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഇരുന്ന് മുക്കി എന്ത് സംഭവിക്കും, അവിടുത്തെ വേരിക്കോസിന് പ്രശ്നം ഉണ്ടാവും. അതാണ് നമുക്ക് പൈൽസ് ആയിട്ട് കാണുന്നത്. ഒരുപാട് പൈൽസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഹെർണിയ നേരത്തെ വന്നാൽ ഈ ബൾജ് വരാനുള്ള കാരണം ഇരുന്ന് മുക്കലാണ്. അതുപോലെ പ്രോസ്റ്റേറ്റ് വീക്കത്തിന്റെ കാര്യം ഇങ്ങനെ ഇരുന്ന് മുക്കൊണ്ടുകൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ആ ഭാഗത്ത് മുഴുവൻ അസ്വസ്ഥത ഉണ്ടാവാൻ കാരണമായിത്തീരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇരിപ്പ് കൊണ്ട് ഇങ്ങനത്തെ പല രോഗങ്ങളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മറ്റൊന്ന് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ലൈംഗികശേഷി കുറവ്. ഇപ്പൊ വ്യാപകമായിട്ട് കാണുന്ന പ്രശ്നമാണ്. പണ്ടൊന്നും ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 10, 30, 45, 40 വയസ്സാകുമ്പോഴേക്കും സെക്സിന്റെ പ്രശ്നം ധാരാളമായിട്ട് ബാധിക്കുകയാണ്. പലർക്കും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇറക്ഷന്റെ പ്രശ്നം വരുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ ഓർഗാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതിന്റെ കാരണം ഒന്ന് പ്രമേഹമാണ്, രണ്ടാമത് ഈ വേണ്ടത്ര ശരീരത്തിന് കിട്ടുന്ന വ്യായാമത്തിന്റെ കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കൗണ്ട് കുറവ്, വീര്യത്തിന് ചലനശേഷി ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നോക്കിയാൽ വിവാഹം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ല. പട്ടിക്ക് കുട്ടി ഉണ്ടാവും, ആടിന് കുട്ടി ഉണ്ടാവും, പശുവിന് കുട്ടിയാണ്, മനുഷ്യന് മാത്രം കുട്ടികൾ ഉണ്ടാവില്ല. കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് കഴിക്കണം. അതിന്റെ പ്രധാന കാരണം ഈ കുട്ടികൾ ഉണ്ടാവുന്ന ഈ ജനനത്തിന്റെ ഭാഗത്തിന് യാതൊരു ചലനവും നടക്കണില്ല. അതുപോലെ ആ ഭാഗത്തുള്ള ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങൾ, അവയവങ്ങളുടെ പ്രവർത്തനം, മസിൽസിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊന്നും കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ് ഈ ലൈംഗികശേഷി കുറയാനും അതുപോലെ നമുക്ക് റീപ്രൊഡക്ഷന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാനുള്ള കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ദിവസം നിങ്ങളിങ്ങനെ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കുക, പത്രം വായിക്കണമൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക, TV ഇങ്ങനെ ഇരുന്ന് കാണുക. അങ്ങനെ വളരെ നല്ല. നമ്മൾ നോർത്ത് ഇന്ത്യൻ പോയി കാണാൻ അറിയാം. നോർത്ത് ഇന്ത്യൻ പോയാൽ മിക്കവാറും രാവിലെ കുത്തിയിരിക്കുകയാണ്. ഒരു റോഡിലേക്ക് വന്നിട്ട് ആളുടെ ഇരിക്കുന്ന കാണാൻ പറ്റും. അവർക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ അസുഖത്തിന് 100 അസുഖമില്ല അവർക്ക്. അതുപോലെ യൂറോപ്യൻ ക്ലോസറ്റ് എങ്ങും ഇല്ല. ക്ലോസറ്റ് തന്നെ പലയിടത്തും ഇല്ല. യൂറോപ്യൻ ക്ലോസറ്റ് അവരിങ്ങനെ മനസ്സിൽ നടത്തുന്നത് ഇങ്ങനെ പോയത് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ടാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ യൂറോപ്യൻ ക്ലോസറ്റ് തല്ലി പൊളിച്ച് കളയുക, അല്ലെങ്കിൽ പുതിയൊരു ക്ലോസറ്റ് ഇന്ത്യൻ ക്ലോസറ്റ് ഒന്ന് പിടിപ്പിക്കുക. അപ്പൊ തന്നെ ഈ രോഗം പകുതി കുറയും. യൂറോപ്യൻ ക്ലോസറ്റ് ആണ് മലയാളിയെ ഇന്നത്തെ പോലെ നശിപ്പിച്ചത്, അവനെ രോഗിയാക്കി മാറ്റിയത്. അപ്പൊ ഇന്ത്യൻ ക്ലോസറ്റിൽ പോയിരുന്ന് മലവിസർജനം നടത്തി ഇന്ത്യൻ ക്ലോസറ്റിൽ പോയിരുന്ന് മൂത്രം ഒഴിക്കുക. ആദ്യം ചെയ്യേണ്ടത് കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ചെറുപ്പത്തില്. അപ്പൊ അവർ യുവാക്കളാകുമ്പോൾ അവർക്ക് കല്യാണം കഴിച്ചപ്പോൾ കുട്ടികളുണ്ടാവുള്ളൂ, ആശുപത്രി പോകേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതുപോലെ അവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിനെ കൂടുതൽ ആശ്രയിക്കുക, യൂറോപ്യൻ ക്ലോസറ്റിനെ പരമാവധി ഒഴിവാക്കുക. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് കൂടുതലാണ്, വയറൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ ആദ്യം നമ്മളൊരു സ്റ്റൂളൊക്കെ ഇട്ട് പതുക്കെ പിടിച്ചിരിക്കുക. പിന്നെ ഒരു കയറൊക്കെ കെട്ടി പതുക്കെ ഇങ്ങനെ പിടിച്ച് ഇരുന്ന് ഈ കാലിനൊക്കെ ബലം വരണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇരിക്കാറാവും. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരെയും ഈ മലാസനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ഈ മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ ഈ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിച്ച് ഒരുപാട് പേർക്ക് ഈ നേരത്തെ പറഞ്ഞ പല പ്രശ്നങ്ങളും കുറഞ്ഞു കാണുന്നുണ്ട്. കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയിൽ പോലും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ആസനമാണ് ഈ മലാസനം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.